വചനമൊഴി മെയ് 10. വചനഭാഗം യാക്കോബ് 2:14-17, ലൂക്കായുടെ സുവിശേഷം 6:46-49. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നവ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? എൻ്റെ അടുത്തു വരികയും എൻ്റെ വചനങ്ങൾ കേൾക്കുകയും അവയനുസരിക്കുകയും ചെയ്യുന്നവൻ ആർക്ക് സദൃശ്യനാണെന്ന് ഞാൻ നിങ്ങൾക്ക് വ്യക്തമാക്കാം. ആഴത്തിൽ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് ഭവനം പണിത മനുഷ്യനോട് സദൃശ്യനാണ് അവൻ. വെള്ളപ്പൊക്കമുണ്ടാകുകയും ജലപ്രവാഹം ആ ഭവനത്തിന്മേൽ ആഞ്ഞടിക്കുകയും ചെയ്തു. എന്നാൽ അത് ഇളക്കാൻ കഴിഞ്ഞില്ല. എന്തെന്നാൽ അത് നല്ലവണ്ണം പണിയപ്പെട്ടിരുന്നു. എന്നാൽ കേട്ടിട്ടും അതനുസരിക്കാത്ത മനുഷ്യൻ അടിസ്ഥാനമില്ലാത്ത മണ്ണിൽ ഭവനം പണിതവന് തുല്യൻ. ജലപ്രവാഹം അതിന്മേൽ ആഞ്ഞടിച്ചു, ഉടനെ അത് നിലംപൊത്തി. ആ ഭവനത്തിന്റെ തകർച്ച വലുതായിരുന്നു. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് തിരുവചനത്തിലൂടെ ഈശോ നമ്മോട് ആവശ്യപ്പെടുന്നത് ആഴമായ ആത്മീയതയുടെ വ്യക്തികളായി മാറുവാനാണ്. ദൈവിക വെളിപാടാണ് നമുക്ക് തിരുവചനത്തിലൂടെ ലഭിക്കുന്നത്. ദൈവിക വെളിപാടിനോടുള്ള നമ്മുടെ പ്രത്യുത്തരമാണ് വിശ്വാസം. ആ വിശ്വാസത്തിന്റെ പ്രഘോഷണമാണ് നമ്മുടെ ആരാധനാ ജീവിതം, നമ്മുടെ പ്രാർത്ഥനാ ജീവിതം. വിശ്വാസത്തിന്റെ പ്രഘോഷണമാണ്. ആ വിശ്വാസം ജീവിക്കുന്നതാണ് നമ്മുടെ ആത്മീയത. ആത്മീയത പ്രകടമാകുന്നത് നമ്മുടെ പ്രവൃത്തികളിലൂടെ. ഇന്ന് സുവിശേഷം നമ്മെ വിളിക്കുന്നത് കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നത് കൊണ്ട് മാത്രമോ, കർത്താവിന്റെ സന്നിധിയിൽ ആയിരിക്കുന്നത് കൊണ്ട് മാത്രമോ അല്ല, മറിച്ച് കർത്താവിലുള്ള വിശ്വാസം ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കി ആത്മീയതയുടെ മക്കളായി മാറണമെന്ന. അപ്രകാരം സ്ഥായിയായ ആത്മീയതയുള്ള വ്യക്തികൾ ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുമ്പോഴും വീണുപോകാതെ കർത്താവിൽ ശരണപ്പെട്ട് പിടിച്ചു നിൽക്കുവാൻ പരിശ്രമിക്കുന്നു. ഈശോ അതാണ് പറയുന്നത്. കർത്താവിന്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ പാറമേൽ അടിസ്ഥാനമിട്ട് ഭവനം പണിയുന്ന മനുഷ്യന് സദൃശ്യനാണെന്ന്. നമുക്കും ദൈവവചനത്തോട് പ്രത്യുത്തരിച്ചുകൊണ്ട് വിശ്വാസത്തിൽ വളരാൻ, ആ വിശ്വാസം ആരാധനയിലൂടെ പ്രാർത്ഥനയിലൂടെ പ്രഘോഷിക്കുവാൻ, നമ്മുടെ പരസ്നേഹ പ്രവർത്തികളിലൂടെ, പരിത്യാഗ പ്രവർത്തികളിലൂടെ, അനുദിന പ്രവർത്തികളിലൂടെ നമ്മുടെ വിശ്വാസം ജീവിക്കുവാൻ, അങ്ങനെ ആത്മീയതയിൽ വളരുവാൻ നമുക്ക് പരിശ്രമിക്കാം. അതിനായി മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.